പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. തിരുവചനത്തിൽ നാം കാണുന്ന വലിയ ഒരു വാഗ്ദത്തമാണ്, നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. അപ്പോൾ പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും. പക്ഷെങ്കിൽ ദൈവമക്കളെ ഓർക്കണമേ, അതിന് കണ്ടീഷൻസും പ്രീ റിക്വസ്റ്റും ഒക്കെ ഉണ്ട് ഈ പ്രോമിസിന്. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യാക്കോബ് 4:7-8, ജെയിംസ് ചാപ്റ്റർ 4:7-8. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ആത്മീയ സേഫ്റ്റി ആവശ്യമാണ്. അതിൻ്റെ പ്രീ റിക്വസ്റ്റാണ് ഇപ്പോൾ വായിച്ച ആ വചനത്തിൽ നാം കാണുന്നത്. ഈ വാഗ്ദത്തം വലിയൊരു വാഗ്ദത്തം ദൈവം നമുക്ക് തന്നതാണ്. കാരണം പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ സ്കൂട്ട് അവേ ചെയ്യണം. എന്തുകൊണ്ടാണ്? നാശം വിതയ്ക്കുവാൻ വേണ്ടി, മോഷ്ടിപ്പാൻ വേണ്ടി. അറുപ്പാനും ഒടിപ്പാനും മോഷ്ടിപ്പാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? അങ്ങനെ ആ ശത്രു വന്ന് ഓടിപ്പോകുമ്പോൾ ഹി റൺസ് ഇൻ ടെറർ. നാം അവനെ എതിർത്ത് നിൽക്കുമ്പോൾ അവന് ഓടിപ്പോകും. പക്ഷെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തുവെന്ന് വെച്ചാൽ, വി ഹാവ് ടു സബ്മിറ്റ് ടു ഗോഡ്. നമ്മൾ ദൈവത്തിന് കീഴടങ്ങി ഇരിക്കണം. അപ്പം നമ്മളെ കീഴടക്കുവാൻ വരുന്ന ശത്രു നമ്മെ കീഴടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കണം. നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരുന്നാൽ മാത്രമേ നമ്മൾ എംപവേർഡ് ആകത്തുള്ളൂ. എന്തിനാ? ശത്രുവിനോട് എതിർത്ത് നിൽപ്പാൻ തക്കവണ്ണം. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. അവൻ്റെ കരുണയാൽ നാം നിമഗ്നരായി തീർന്നവരാണ്. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാതെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. ഒറിജിനൽ ഗ്രീക്കിൽ ഈ സബ്മിറ്റ് എന്നുള്ള വാക്കുണ്ടല്ലോ, അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ടു ബി സബോർഡിനേറ്റ് ടു അതോറിറ്റി. 2, ടു ബി ഇൻ ഒബീഡിയൻസ് ആൻഡ് ഇൻ ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഒബീഡിയൻസ്. 3, ടു ബി സബ്മിസീവ്. 4, ടു ബി അണ്ടർ സബ്ജെക്ഷൻ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് ടോട്ടൽ സബ്മിഷൻ ദൈവത്തോടുള്ളതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത് ആവശ്യമാണ്. അത് ശത്രുവിനെ ഓടിച്ചു കളയുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് സബ്മിഷൻ നമ്മെ സ്ട്രോങ് ആക്കത്തേ ഉള്ളൂ, നമ്മളെ ബലവാന്മാരാക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് വീക്ക് ആകത്തില്ല. നമ്മൾ അതോറിറ്റിക്ക്, അധികാരങ്ങൾക്ക് നാം കീഴടങ്ങിയിരിക്കുമ്പോഴും നാം ശക്തീകരിക്കപ്പെട്ടേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ റെസിസ്റ്റ് എന്നുള്ള വാക്ക്, എതിർത്ത് നിൽക്കുക, റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കുക. റെസിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ ഒറിജിനൽ ഗ്രീക്കിനകത്ത് ഒരർത്ഥം എന്താണെന്നറിയാം? ബ്ലോക്കർ. അല്ലെങ്കിൽ ലിറ്ററലി അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വിഗ്രസ്ലി ഒപ്പോസിങ്, ബ്രേവ്ലി റെസിസ്റ്റിങ്. 3, സ്റ്റാൻഡിങ് ഫേസ് ടു ഫേസ് എഗൻ ആൻ അഡ്വേഴ്സറി. മുഖാമുഖം ശത്രുവിനോട് എതിർത്ത് നിൽക്കുക, ധൈര്യത്തോടെ എതിർക്കുക, ഒപ്പോസ് ചെയ്യുക. ദൈവമക്കളെ, അങ്ങനെ നിൽപ്പാൻ്റെ ഗുണം ആവശ്യമാകുന്ന കൃപ നാം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ചോണം. നമുക്ക് ദൈവം അധികാരപ്പെടുത്തിയ അധികാരങ്ങളുടെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നാം അവരുടെ പറച്ചിലുകൾ, അവർ നമ്മളോട് കൽപ്പിക്കുന്നതൊക്കെ നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, ഈ ആൻറ്റി ഹിസ്റ്റമിൻ നമ്മൾ കഴിക്കും മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ. ആൻറ്റി ഹിസ്റ്റമിൻ കഴിച്ചാൽ അത് ഹിസ്റ്റമിന് ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അതാണ് അതിൻ്റെ പേര് തന്നെ, ആൻറ്റി ഹിസ്റ്റമിൻ. അങ്ങനെ വരുമ്പം തുമ്മൽ, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ആശ്വാസം ലഭിക്കും.
അപ്പം സ്പിരിച്വൽ വെപ്പൺസ് നമുക്ക് ആവശ്യമാണ്. ആ സ്പിരിച്വൽ വെപ്പൺസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈവിൾ ഫോഴ്സസിൻ്റെ നേരെ നിവർന്നു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ എനിമീനെ റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്, ചില കീസ്. പക്ഷെങ്കിൽ ഇന്ന് ഒന്ന് നിന്ന് അല്പനേരം ഒന്ന് ചിന്തിച്ചേ. കുഞ്ഞെ, നീ നിന്നോട് തന്നെ ഒന്ന് ചോദിച്ചേ, മൈ ടോട്ടലി സബ്മിറ്റഡ് ടു ഗോഡ്? നീ പൂർണ്ണമായിട്ട് ദൈവത്തിന് കീഴടങ്ങിയാണോ ജീവിക്കുന്നത്? നീ പൂർണ്ണമായിട്ട് ദൈവത്തിന് കീഴടങ്ങിയില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തിന് കീഴടങ്ങും. അവനാണ് നമ്മുടെ സൃഷ്ടാവ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവന് ഒരു ശ്രദ്ധയുണ്ട്. നമ്മുടെ ഹംബിൾ വർഷിപ്പ്, അതിന് അവൻ വേർതിയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഹംബിളായിട്ട് ദൈവത്തിന് കീഴടങ്ങി ജീവിപ്പാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 19:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ ഒരു കീ എന്തുവാന്ന് വെച്ചാൽ, ബി റൂൾഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മളെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ആയിരിക്കണം. എങ്കിൽ മാത്രമേ എനിമി നമ്മിൽ നിന്ന് അകന്ന് നിൽക്കത്തുള്ളൂ. ദൈവവചനം, വേർഡ് ഓഫ് ഗോഡ്, ദ ബൈബിൾ, അതാണ് നമ്മുടെ ഫൈനൽ അതോറിറ്റി. അതുകൊണ്ട് ദൈവവചനം നമ്മെ ഭരിക്കട്ടെ. ദൈവവചനം നമ്മുടെ മേൽ ആധികാരികത പുലർത്തട്ടെ. എന്നിട്ട് ദൈവവചനം പറയുന്നതിന് അനുസരണമുള്ളവരായി നമുക്ക് ജീവിക്കാം. പ്രൈസ് ഗോഡ്. ഇത് നമ്മൾ ജനങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഈ വചനത്തിനൊരു അതോറിറ്റി ഉണ്ട്. പ്രൈസ് ഗോഡ്. ആ വചനം നമുക്കുണ്ടെങ്കിൽ ആ വചനം നമുക്കൊരു സ്പിരിച്വൽ കവറിങ്ങാണ്. ആ വചനം നമുക്ക് സുരക്ഷിതത്വം തരുന്നതാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ നമ്മുടെ ഫൈനൽ അതോറിറ്റിയും നമ്മുടെ സ്റ്റാർട്ടിങ് അതോറിറ്റിയും, ഞാൻ പറയട്ടെ, എവ്രി അതോറിറ്റി ഇൻ ബിറ്റ്വീൻ എന്തുവാ? ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഏത് വിഷയത്തിന് ഉത്തരം കിട്ടണമെങ്കിലും എന്ത് ചെയ്യണം? ദൈവവചനത്തിലേക്ക് ഓടിച്ചെല്ലണം. കാരണം ദൈവവചനത്തിലുടനീളം പറഞ്ഞിട്ടുണ്ട്, ദസ് സേയ്സ് ദ ലോർഡ്. ദൈവം അരുളി ചെയ്യുന്നത്, കാരണം അവൻ്റെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിലനിൽക്കുന്നത്. അതൊരിക്കലും നമ്മെ തോൽവിയിലേക്ക് നയിക്കത്തില്ല, നമ്മെ അത് പരാജയപ്പെടുത്തത്തില്ല. അത് നമ്മുടെ ഫൈനൽ അതോറിറ്റി ആയിട്ടിരുന്നു കൊണ്ട് നമ്മെ നേരായ പാതയിൽ അത് നമ്മളെ നടത്തും. എല്ലാവിധ പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വചനമാ ദൈവമക്കളെ നമ്മെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ഞാനും ഭാവിച്ചാൻ സോളമനൈസ് ചെയ്യുന്ന എല്ലാ വിധിയിൽ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയും. വി ഷുഡ് കീപ് ദ വേർഡ് ഇൻ ദ മിഡിൽ ഓഫ് യുവർ മാരേജ് റിലേഷൻഷിപ്പ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററിൽ, നമ്മുടെ എവരിഡേ ലിവിങ്ങിൻ്റെ മധ്യത്തിൽ നാം ദൈവവചനത്തെ സൂക്ഷിക്കണം. ഹൃദയത്തിൻ്റെ നടുവിലവയെ കെട്ടണം, ഹൃദയത്തിലവയെ കരുതിക്കൊള്ളണം. ഹല്ലേലൂയ. വചനം മാംസളമായ നമ്മുടെ ഹൃദയത്തിൽ എഴുതിക്കൊള്ളണം. അങ്ങനെ നമ്മുടെ ബന്ധത്തിൻ്റെ നടുവിൽ യേശു ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, നമ്മൾ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വ്യത്യാസം വന്നിരിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ ടേൺ ടു ദ വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രാധാന്യത ഒരു ഷോർട്ട് കീയാണ് അത്, പക്ഷേ എല്ലാത്തിനും ഫൗണ്ടേഷനിലായിട്ടുള്ളൊരു കീയാണ് അത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ദൈവവചനം കീപ്പ് ചെയ്യണം.
എവ്രിതിങ് എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതം എന്തിനെ ബേസ് ചെയ്ത് കൊണ്ടായിരിക്കണമെന്നറിയാമോ? ദൈവവചനത്തെ ഏതിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് വേണം ഹല്ലേലൂയ അത് പോകേണ്ടതെന്നറിയാമോ? ദൈവവചന സത്യങ്ങളിലൂടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ കൺവേർട്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുവാൻ അത് നമ്മെ സഹായിക്കും. അതിനൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ വചനം ഞങ്ങളുടെ കാലിനെത്തിയും പാതയ്ക്ക് പ്രകാശവുമായിരുന്നുകൊണ്ട് കാലുകളിടറാതെ കർത്താവേ ശത്രുവിൽ നിന്ന് ജയം പ്രാപിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.